ഏകദേശം 40 കിലോമീറ്റർ ദൂരമുള്ളൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ് പൂണ്ടി. പൂണ്ടിയുടെ അടുത്താണ് പൂമ്പാറ, ക്ലാവര, മന്നവന്നൂരൊക്കെ ഉള്ളത്. പൂണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളൊന്നും എത്തിപ്പെടാത്തൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പൂണ്ടി എന്ന് പറയുന്നത്. സാധാരണ കൊടൈക്കനാൽ വരുന്ന ടൂറിസ്റ്റുകൾ ആരും തന്നെ പൂണ്ടിയിലേക്കും മന്നവന്നൂർ ആ സൈഡിലേക്കൊന്നും വരാറില്ല. കൊടൈക്കനാലിൽ തന്നെ വരുന്നതിൻ്റെ ഒരു കാൽഭാഗം ആളുകൾ മാത്രമേ ഈ പൂണ്ടി സൈഡിലേക്കൊക്കെ വരാറുള്ളൂ. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ സ്ട്രെച്ചുള്ളൊരു റൈഡാണ് പൂണ്ടിയിലേക്കുള്ളത്. ഭയങ്കര കാമായിട്ടുള്ളൊരു വഴിയും പൈൻ ഫോറസ്റ്റുകളും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വരുന്ന റൂട്ടാണ് ഈ കൊടൈക്കനാൽ പൂണ്ടി റൂട്ട്. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം പൂണ്ടിയിലൊക്കെ കുറച്ചും കൂടെ സഞ്ചാരികൾ എത്തുന്നുണ്ട്. പൂണ്ടി പോകുന്ന വഴിക്കാണ് ഈ പളനി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ പക്ഷെ ഭയങ്കര കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കവിടെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഒരു ചായക്കടയുണ്ട്. നമ്മളവിടെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ പൂമ്പാറയിലേക്ക് പോയി. ഈ പൂമ്പാറ പോകുന്ന വഴിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വഴികളാണ്. ഭയങ്കര ബെൻഡുകളും ഭയങ്കര രസമായിട്ടുള്ളൊരു വഴിയാണ് പൂമ്പാറ പോകുന്നത്. പൂണ്ടി പോകുന്നവരെ സംബന്ധിച്ച് ഈ പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ബോണസായിട്ടാണുള്ളത്. കാരണം പൂണ്ടി പോകുന്ന വഴിക്ക് തന്നെയാണ് പൂമ്പാറയുള്ളത്. പൂണ്ടിയുടെ അതേ ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലമാണ് പൂമ്പാറയും. അപ്പോൾ ഈ പൂമ്പാറയിലൊക്കെ തന്നെ ആണെങ്കിലും ഭയങ്കര ചീപ്പായിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിന് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും പൂമ്പാറയിലെത്തി. പൂമ്പാറ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഏരിയ ആണ്. പൂമ്പാറനെ സംബന്ധിച്ച് പൂമ്പാറ മാജിക് മഷ്റൂമിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ പൂണ്ടിയും ഭയങ്കര ഓർഗാനിക്കായിട്ട് മഷ്റൂംസ് കിട്ടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സ്റ്റുഡൻസും യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പൂമ്പാറയിൽ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സമയം ഭയങ്കര ലേറ്റായി. അപ്പം നമ്മൾ സ്റ്റേ എടുത്തിട്ടില്ല. നമ്മൾ പൂണ്ടിയിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പൂമ്പാറയിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് പൂണ്ടിയിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ പൂണ്ടിക്ക് പോയി. ഓൾമോസ്റ്റ് പൂണ്ടി എത്തിയപ്പോൾ നല്ല ലേറ്റായി. സോ നമ്മളിപ്പോൾ ഉള്ളത് പൂണ്ടിയിലാണ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം. ഇത് മോക്ഷാക്കോട എന്ന് പറഞ്ഞൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. കണ്ടെയ്നർ ക്യാബിനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. പൂണ്ടി ശരിക്കും പറഞ്ഞാൽ പൂമ്പാറയുടെ സെയിം ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ അടിപൊളിയാണ് പൂണ്ടി. കുറച്ചും കൂടെ ആളുകൾ കുറവാണ് പൂണ്ടിയിൽ. ശരിക്കും ഇതൊരു ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണൊലിച്ച് പോകാണ്ടിരിക്കാനും പിന്നെ മഴ പെയ്യുമ്പോൾ കൃഷിയൊന്നും നശിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ടെറസ് ഫാമിങ് ഇവർ യൂസ് ചെയ്യുന്നത്. വെളുത്തുള്ളി, ക്യാരറ്റ്, കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവരിവിടെ ടെറസ് ഫാമിങ്ങിൽ കൃഷി ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ ചുറ്റും ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെ തട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ എണീറ്റ് ഈ വഴി കൂടെയൊക്കെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം ചുറ്റും പൂക്കളും
പിന്നെ ഭയങ്കരമായിട്ട് സൈലൻ്റായിട്ട് ഭയങ്കര നേച്ചറിൻ്റെ സൗണ്ട് മാത്രമുള്ളൊരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് രാവിലെ എണീറ്റ് നമുക്ക് FPV ഒക്കെ പറത്താനുള്ളതുകൊണ്ട് നമ്മൾ നടന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, അപ്പോൾ അവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറയായിട്ട് ഇതിൻ്റെ പുറകെ പോയിരുന്നു. അപ്പോൾ ഈ തള്ളക്കോഴി ഉള്ളതുകൊണ്ട് അതിനത്ര അതിഷ്ടമായില്ല, അത് പെട്ടെന്ന് ട്രിഗറായി, അതെൻ്റെ നേരെ ഓടി. ഈ യാത്രയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. തള്ളക്കോഴി അത് കൊത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്നത് ഓടി വന്നപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. അങ്ങനെ തള്ളക്കോഴി കൊത്താമെന്ന് ഞാൻ അവിടെ വീണു ക്യാമറയൊക്കെ ആയിട്ട്. എന്നിട്ട് അവിടുത്തെ പയ്യന് മുറിവെണ്ണ അങ്ങനെ എന്തോ സംഭവം എനിക്ക് തേച്ചൊക്കെ തന്നു. എൻ്റെ ചെരുപ്പൊരെണ്ണം കാണാൻ പോയി. ആ ചേച്ചിയാണ് എനിക്ക് ചെരുപ്പൊക്കെ തപ്പിയെടുത്ത് തന്നത്. അതെന്തായാലും നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേരെന്നാ? മദൻ കുമാർ, മദൻ മുകേഷ്. അങ്ങനെ നമ്മൾ പാടി ഫീൽഡിൽ കൂടെ നടന്ന് നമ്മൾ അതിൻ്റെ അറ്റത്ത് ചെല്ലാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് FPV ഒക്കെ പറത്തിയിട്ട് തിരിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് വന്നു. നമ്മൾ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു വാട്ടർഫോൾ ഇവിടെ അടുത്തുണ്ട്. ക്ലാവരയിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴത്തേനും കുറച്ച് പോയി കഴിയുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ പൂണ്ടിയിലുള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വാട്ടർഫോൾ. പക്ഷേ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. തൂവൽ ഫോൾസ് എന്ന് എന്തെങ്ങാണ്ടാണെന്നാണ് എന്നോട് വേറെ ആൾ പറഞ്ഞത്. പക്ഷേ എനിക്കതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല.